നമ്മുടെ സഭ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ സഭാവിശ്വാസികളായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, സഭയോട് ഒത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ മിണ്ടാതിരുന്നാൽ കർത്താവ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നീ ചൂടോ തണുപ്പോ ആകയാൽ മന്ദൂഷ്മനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്നോർത്താണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാര്യങ്ങൾ പ്രസ്പഷ്ടമാകുന്ന കാര്യങ്ങൾ നമ്മളുടെ വിശ്വാസ ചൈതന്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന, വഴി തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സഭയിൽ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് വരുന്നതും ഇപ്പം സമകാലീനമായിട്ടുള്ള നമ്മളുടെ ഒരു പ്രശ്ന സംഹിത എന്താണെന്ന് വെച്ചാൽ, തട്ടിൽ പിതാവ് നമുക്ക് സഭാ നേതാവായിട്ട് വേണോ വേണ്ടേ, തുടരണമോ വേണ്ടയോ? അതാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യനും. അതുകൂടാതെ റോം തന്നെ അത് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സിനഡ് വരികയാണ്, ഈ സിനഡിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എടുക്കേണ്ടത് എന്നുള്ളതും സഭാപിതാക്കന്മാരും സിനഡ് പിതാക്കന്മാരും ഇതിനെക്കുറിച്ച് കൂലങ്കുഷതമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സഭാവിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇതിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലായത് ഇതാണ്. അതായത് ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള നിലയിൽ, നമ്മൾ സാധാരണ ഒരു വെടിക്ക് 2 പക്ഷി എന്നാണ് കേട്ടിരിക്കുന്നത്, പക്ഷെ ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള നിലയിലാണ് റോം തീരുമാനം എടുക്കുക. കാരണം 10-12 വർഷമായിട്ട് സഭയുടെ അടിത്തറ ഇളക്കാനായിട്ട് ഇവിടെ നിന്ന് ഇടേന്ദ്രത്ത് പിതാവടക്കം ഇല്ലുമിനാറ്റി ഫണ്ട് വഴി കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, ഈ ഇല്ലുമിനാറ്റി ഫണ്ട് വന്നപ്പോൾ 1400 കോടി 2009 വന്നു കഴിഞ്ഞപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയി. ആരുടെയൊക്കെ? ഇടേന്ദ്രത്ത് പിതാവിൻ്റെയും പിന്നെ അതിനോട് കൂടെ നിന്ന ചക്കിയത്ത് പിതാവിൻ്റെയും പിന്നെ ബാക്കി പിതാക്കന്മാരുടെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ചില അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഭരണി പിതാവ്, ഇവരുടെ എല്ലാവരുടെയും. അപ്പോൾ ഈ സമയത്ത് ഈ എറണാകുളം രൂപതയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അട്ടിമറിച്ച് ഇവരുടേതായിട്ടുള്ള ഒരു രൂപത ഉണ്ടാക്കാം. കാരണം 1400 കോടി, ഇത് ഇപ്പോൾ 10,000 20,000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ എല്ലാത്തിനും, അതുപോലെ സേവ ഫാമിലി ഒരു സ്വന്തം ട്രസ്റ്റ്, കുടുംബത്തിൻ്റെ ട്രസ്റ്റ് പോലെ ആക്കി. ഏത് രൂപതയുടെ ഇത്രയും വർഷമെത്തിയ ഒരു ട്രസ്റ്റിനെയാണ് ഇതുപോലെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് കൂട്ടുനിന്ന് കുറച്ച് അൽമാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്, ഒക്കെ വളരെ വേദനാജനകമാണ്. അത് ഏറ്റവും കറതീർന്ന ആൾക്കാരെ എടുത്തിട്ട് അവരെ പൊല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇടേന്ദ്രത്ത് പിതാവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറേ AMT ഒരു ഓട്ടോ സംഘടന ഉണ്ടല്ലോ, അപ്പം അവരും എല്ലാവരും കൂടിയായിട്ട് ഇതിനെ എടുത്ത് അട്ടിമറിക്കുക. സഭ പിതാക്കന്മാർ തന്നെ എറണാകുളം രൂപതയെ അട്ടിമറിക്കാനുള്ളൊരു കളിയാണ് നടന്നത് 2009 തൊട്ട്. അത് വളരെ ശക്തമായിട്ട് അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ലെങ്കിലും പിന്നെ കാലക്രമേണ മനസ്സിലായപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി. പിന്നെ ഇത് വന്ന കാര്യവും വേറെ ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് വളരെ ശക്തമായിട്ട് എനിക്കറിയാം. എനിക്ക് എല്ലാ തെളിവുകൊണ്ട് എനിക്ക് വന്ന സമയം അറിയാം, ആരൊക്കെയാണ് ഇതിൽ കൈകാര്യം ചെയ്തതെല്ലാം എനിക്കറിയാൻ ദൈവം ഇടവരുത്തി. ഞാനതൊന്ന് പൂച്ചയ്ക്ക് പെണ്ണെടുക്കുന്നിടത്ത് എന്ത് കാര്യം എന്നോർത്ത് മൈൻഡ് ചെയ്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ പറഞ്ഞാൽ നമുക്ക് തന്നെ എന്നോർത്തെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ഒരു സംഭവത്തിലാണ് ഇന്ന് ഇടേന്ദ്രത്ത് പിതാവിന് ഇവിടുന്ന് മാറേണ്ടി വന്നത് പോലും. മനസ്സിലായി? ഈ ഒരു സത്യം മറച്ചു വെച്ച്, സഭേനെ മറച്ചു വെച്ചു, ED-നെ വെച്ച് അന്വേഷിച്ചപ്പോൾ സംഭവം ശരിയാണ്. പക്ഷെ ഇന്ന് അത് വേറെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകാൻ ബിസിനസ് ലാക്കുള്ള, ബിസിനസ് പരമായിട്ടുള്ള കണ്ണുകളുള്ള ഇടേന്ദ്രത്ത് പിതാവിന് അത് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം ആ പണം ഉപയോഗിച്ച് അട്ടിമറിച്ചു. അതിൽ ഉള്ള ഒരു ഇരയാണ് ആരൊക്കെ? പാമ്പ്ലാനി പിതാവും. പാമ്പ്ലാനി പിതാവിൻ്റെ അരുമശിഷ്യനായിട്ട് ഇതിൻ്റെ എന്താ പറയുക, ഈ നസ്രത്തിൽ ഈശോനെ ജനിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കാൻ വേണ്ടി മാലാഖമാരെ അയച്ചെന്ന് പറഞ്ഞ പോലെ ഈ കുറച്ച് ദുഷ്ടാത്മാക്കളെ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയച്ചു, എറണാകുളത്തേക്ക് കയറ്റി അയച്ചു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ചട്ടക്കൂടും എല്ലാ വിശുദ്ധിയും ആ മൗണ്ടിൽ എന്ന് കാവൽപ്പുരയിടം കാലുകുത്തിയോ അന്നോട്ട് ഇതെല്ലാം പോയി എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഈ റാഫേൽ തട്ടിൽ പിതാവിനെ കയറ്റുകയാണ്, കാവൽപ്പുരയിടത്തിന് ഒരു അരപ്പട്ട കെട്ടുക, പാമ്പ്ലാനി പിതാവ് എറണാകുളം രൂപതയുടെ എല്ലാമായി മാറുക, അതിനുള്ള കഴിവ്, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവ് റാഫേൽ പിതാവിന് ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് ഹാൻഡ് ടു ഹാൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കാവൽപ്പുരയിടത്തിൻ്റെ ഒരു നട്ടെല്ലിൽ നടക്കുക. ഇതൊക്കെയായിരുന്നു ഇവരുടെ ചിന്താഗതി. അപ്പം ഒരു റാഫേൽ തട്ടിലിനെ റോമിൽ തട്ടുകയാണെങ്കിൽ ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള നിലയിൽ കാവൽപ്പുരയിടവും പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവും ഒരേ സമയത്ത് മാറുന്നതാണ് ഇതിൻ്റെ
ഒരു വലിയൊരു സംഭവം നമ്മൾ ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, എറണാകുളം രൂപതയിലെ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പിതാക്കന്മാർക്കോ യേശുവിനെ അറിയില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും പരിശുദ്ധമായ ബലി നടക്കുന്ന അൾത്താരയിൽ ഈ വിധ കോപ്രായങ്ങൾ നടത്തുവാൻ ഇവരാരും അനുവദിക്കില്ല. അത് നടന്നാൽ തന്നെ ഉടനടി അതിന് സ്റ്റെപ്പ് എടുത്ത് അവരെ മാറ്റുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടതാണ്. പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഈശോ ചമ്മട്ടി വെച്ച് അടിച്ച്, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾക്ക് കച്ചവട സ്ഥലമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് അടിച്ച അതേ ഒരു മനോഭാവം ഇവർക്ക് വരേണ്ടതാണ്. പക്ഷെ ഇവർക്ക് വരാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് യേശുവിനെ അറിയില്ല. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലും 21 മുതൽ 29 വരെയുള്ള വചനത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, ഈശോനെ കണ്ടപ്പോൾ, ആ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. മനസ്സിലായോ? എന്നാൽ അതേ സമയത്ത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്. ആ പിശാച് ബാധിച്ച ബാലൻ പറയുകയാണ്, ഇത് വിശ്വാസമില്ലാത്ത ജനതയെന്നൊക്കെ പറഞ്ഞ് ഈശോ പറയുമ്പോൾ ഇയാൾ പറയുകയാണ്, എൻ്റെ അവിശ്വാസം പൊറുക്കണമേ, എനിക്ക് മോൻ രക്ഷപ്പെടണം, പക്ഷേ എനിക്ക് വിശ്വാസമില്ല, എൻ്റെ അവിശ്വാസം പൊറുക്കണമേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് ഈശോനെ അറിയില്ല, അതുകൊണ്ട് വിശ്വാസവും വന്നിട്ടില്ല. മനസ്സിലായോ? ഈ വിശ്വസിക്കുക എന്നുള്ളത് അത് ഒരു ഫോഴ്സ്ഫുൾ സാധനമാണ്. പക്ഷെ അറിയുക എന്നുള്ളത് ഒരു അനുഭവമാണ്, നമ്മളുടെ അസ്തിത്വത്തിലേക്ക് വരികയാണ്. ഇതുകൊണ്ടാണ് ഇവർക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാം വചനത്തിൽ പറയുന്ന, ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പം ഈ നിത്യജീവനിലേക്ക് കടക്കുവാൻ ഇവർക്കാർക്കും ഈ അറിവ് കിട്ടിയിട്ടില്ല. ഈ അറിവ് സെമിനാരിൽ നിന്ന് നമ്മുടെ കൊച്ചു അച്ഛന്മാർക്ക് കൊടുത്തിട്ടുമില്ല. ഇവർക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട്, ഇത് കുറേ റിച്വൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യേശു ആരാണെന്നോ, പരിശുദ്ധ കുർബാന എന്താണെന്നോ, തൃത്വത്തിൻ്റെ ആ വലിയ അനുഭവം ആരാധനയിൽ തൃത്വേക ദൈവമാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മളുടെ മധ്യത്തിൽ വസിക്കാൻ വരുന്നത് എന്നുള്ള ബോധ്യമില്ലാത്ത ജനതയെ കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും വിശ്വാസികൾ വഴിതെറ്റിപ്പോകാതെ യേശുവിനെ അറിയുക, നിത്യജീവനിലേക്ക് കടക്കുക. ഈ താന്തോന്നിത്തരത്തിനും ഈ അനിഷ്ട പ്രവർത്തികളും കണ്ട് നമ്മൾക്ക് ഉള്ള അറിവ് നഷ്ടപ്പെടുത്തരുത്. വിശ്വാസം നഷ്ടപ്പെട്ടും അറിവിലേക്ക് യേശു ആരാണെന്നുള്ള ഒരു അനുഭവം അത് തരാൻ ഇവർക്ക് സാധിക്കുന്നില്ല, ഇവർക്കതില്ല. അതുകൊണ്ട് അന്ധനെ നയിക്കുന്നത് പോലെയാണ് ഇന്നത്തെ സഭയുടെ പോക്ക്. ഇതിലേക്ക് എന്ത് നമുക്ക് ഓരോരുത്തർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെ ചൂടോ തണുപ്പോ ഇല്ലാത്തപ്പോഴും നിന്നെ മന്നോഷ്പണ്ണനെ ആകെയിൽ തുപ്പിക്കളയും എന്ന് പറഞ്ഞ പോലെ ആ തുപ്പിക്കളയാൻ ദൈവം അനുവദിക്കാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിയുക, നമ്മൾ ആത്മീയരായി മാറുക. അല്ലാതെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് മാത്രം അവല്. അപ്പം എനിക്ക് വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോഴും എല്ലാവരും ചോദിക്കും, എന്താ എൻ്റെ ഉള്ളിലുള്ള ഒരു ആനന്ദം ഒരിക്കലും ആർക്കും എടുത്ത് കളയാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കറിയാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലുള്ള യേശു രാജാവ്, സർവാധിപൻ, ഇല്ലേ, സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ എല്ലാം പോയാലും എനിക്കെന്താ? ഇതിൻ്റെ ഒന്നും ഉള്ളിലല്ല എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവും എൻ്റെ ആനന്ദവും എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. യേശുക്രിസ്തുവിനെ അറിയാൻ ഓരോ അവസരങ്ങളും ഞാൻ അതിനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ദൈവമേ എന്നെ അനുവദിക്കണേ എന്നായിരിക്കണം ഓരോ വിശ്വാസികളുടെയും പ്രാർത്ഥന. നമുക്കെല്ലാം നഷ്ടപ്പെട്ടാലും ആരാണ് യേശു എന്ന് നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് അറിയുക എന്നുള്ളതാണ്. ആ അറിവിലേക്ക് നമ്മളെല്ലാവരും വളരട്ടെ. അതിനായിട്ട് എല്ലാ വിശ്വാസികളും ഉണരട്ടെ, നമ്മളെ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കട്ടെ. അല്ലാതെ ഇതെല്ലാം കണ്ട് നമ്മുടെ ഉള്ള വിശ്വാസവും കളഞ്ഞ് യേശുവിനെ അറിയാതിരിക്കുക. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നുമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇരിക്കുന്നത്. ഇവരെന്ത് കാണിച്ചാലും ഇതൊന്നും നമ്മുടെ മേത്തേക്കത്തില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു സഭ വേണം, ദൈവം പറഞ്ഞു. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? കത്തോലിക്ക സഭയിലും പുണ്യാത്മാക്കളുടെ ഐക്യത്തിലും ഞങ്ങൾ പാപമോചനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപം എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് ഈ പാപമോചനം എങ്ങനെയാണ്? അവളുടെ പരിശുദ്ധാരൂപിയിൽ, ആ പരിശുദ്ധാരൂപി വരണമെങ്കിൽ നമ്മളിൽ
ഈ അറിവ് ഉണ്ടാകണം. ഈ അറിവ് തരുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് മാതാവിനോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി ഇല്ലേ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് ആവസിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആവസിക്കാത്തിടത്തോളം കാലം നമ്മുടെ സഭയിൽ, നമ്മുടെ നേതൃത്വത്തിന് ഇത്രയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി സഹതപിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉന്മൂലനം ചെയ്യേണ്ടവരെ എത്രയും വേഗം ഉന്മൂലനം ചെയ്യുക, എന്നിട്ടൊരു ശുദ്ധികലശം നടത്തുക. ആകെ 3-4 പേരും മതിയേ പിതാക്കന്മാരാണേലും നമ്മൾ നയിക്കാൻ ദൈവമാണ് നയിക്കുന്നത്, പരിശുദ്ധാരൂപിയെ നയിക്കുന്ന വ്യക്തികളല്ല. ഈ ഒരു അറിവ്, ഈശോ ആരാണെന്നുള്ള ഒരു അറിവിലേക്ക് നമ്മളെല്ലാവരും ഓരോ ദിവസം കഴിയുന്തോറും വളരട്ടെ, ഉണരട്ടെ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോധ്യത്തിൽ നമ്മളെല്ലാവരും വിറവലോടെ, നമ്മളെന്താ പറയുക, തെന്നുന്ന പാറയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നവൻ പോലും ഏത് സമയത്തും വീഴാം എന്നുള്ള വിധത്തിൽ, ആ ഒരു ബോധ്യത്തിൽ ഭയത്തോടുകൂടെ എരിയുന്ന തീയിലെ മലയെ തൊടുന്ന ആരും വെന്ത് ചാമ്പലാകുന്ന ആ ഒരു നീതിയുടെ പീഠത്തിലേക്കാണ് നമ്മൾ അവസാനം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മൾ മരിക്കാം. അപ്പോൾ നമ്മൾ വരാൻ പോകുന്നത്, നമ്മുടെ ആത്മാവ് വരാൻ പോകുന്നത് എന്ന ഹെബ്രായർക്കാർക്ക് 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടും അതിന് ഭയത്തോടുകൂടെ നമ്മൾ ബലിപീഠത്തിൽ നമ്മൾ നോക്കുകയും ബലിപീഠത്തെ സമീപിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരു ബോധ്യം ഈ എന്താ പറയുക, കുറേ വിമത അൽമായരുണ്ടല്ലോ, കിടന്ന് എന്താ പറയുക, ഡാൻസ് കളിക്കുക, പേക്കൂത്ത് കാണിക്കുക, എന്തായത് അൾത്താരയുടെ മുൻപിൽ കിടന്ന്. അപ്പം അവർക്ക് ഈ ബോധ്യം വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഏത് നിമിഷം നമ്മളെല്ലാം മരിച്ചു വരും. അപ്പോൾ ഈ ഒരു നിത്യാഗ്നിയുടെ അങ്ങോട്ടേക്ക് പോകാനായി ഇടവരുന്ന ഒരു വലിയ സാഹചര്യമാണ് ഈ അൾത്താരയുടെ മുൻപിൽ കിടന്ന് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് യാതൊരു വാക്കും പറയാത്ത നമ്മുടെ നേതൃത്വവും നമ്മുടെ സിനഡ് പിതാക്കന്മാരെ, നിങ്ങൾക്ക് ആ ദുരിതം എന്നല്ലാതെ നമ്മൾ ഇതിൽ കൂടുതൽ വിശ്വാസികൾക്ക് പറയാൻ ഒന്നുമില്ല. നിങ്ങളുടെ സ്വന്തം ലാൽ ചേച്ചി വേദന കൊണ്ട് നമ്മൾ പറയുകയാണ്.